വിഷയത്തെ രാഷ്ട്രീയമായി നേരിടേണ്ട വലിയ ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ടെങ്കിലും കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം, കേരളത്തിലെ വോട്ടർമാർ തദ്ദേശ വോട്ടെടുപ്പിന്റെ ഭാഗമായി ബൂത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ഇരുട്ടടി തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. മാത്രവുമല്ല, നമുക്കറിയാം ഇപ്പോൾ എടുത്തിട്ടുള്ള കേസ് എന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് ആണ് എടുത്തിട്ടുള്ളത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഹൂ കെയേഴ്സ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയതെങ്കിൽ പിന്നീട് എവിടെയാണ് തനിക്കെതിരെ ഒരു പരാതി ഉള്ളത് എന്ന ചോദ്യമായിരുന്നു ഉയർത്തിയത്. ആ ഘട്ടത്തിൽ ഒക്കെയും തന്നെ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ചില ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റിന്റെ വിശദാംശങ്ങളും പുറത്തു വന്ന ഘട്ടത്തിൽ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയെന്ന് മാത്രവുമല്ല, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും റദ്ദാക്കുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ ഒരു MLA അല്ല എന്നുകൂടി കോൺഗ്രസ് തറപ്പിച്ചു പറയുകയും ചെയ്ത പശ്ചാത്തലം ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും കോൺഗ്രസ് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ ചില ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സ്വമേധയാ തന്നെ ഒരു അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിക്കുകയും ഈ അതിജീവിതമാർ, അതായത് ഇപ്പോൾ ഒരു പരാതിയുമായി ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്, നേരിട്ട് പരാതി നൽകി എന്നതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട നിരവധിയായ വെളിപ്പെടുത്തലുകൾ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായതാണ്. ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയ ആരെയെങ്കിലും സമീപിച്ചുകൊണ്ട് ഒരു പരാതി രേഖാമൂലം ലഭിക്കുക എന്നതിന് വേണ്ടിയുള്ള ഒരു ഊർജിതമായ ശ്രമം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. പക്ഷേ ആരും പരാതിക്കാർ ഇല്ല എന്നത് രാഹുൽ മാങ്കൂട്ടത്തിനും വലിയ ഊർജ്ജമാണ് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ദിവസങ്ങളായി നിശബ്ദത പുലർത്തിയിരുന്ന രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുഖ്യധാരയിലേക്ക് സജീവമായത്. സിനിമാ താരങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ചില വീടിന് തറക്കല്ലിടിയിൽ പോലെയുള്ള ചടങ്ങുകളിൽ രാഹുൽ മാങ്കൂട്ടം സജീവമായത്. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടം വോട്ട് തേടി ഇറങ്ങിയ പശ്ചാത്തലമുണ്ട്. അതിന് രാഹുൽ മാങ്കൂട്ടം നൽകിയ വിശദീകരണം എന്നത് താൻ മത്സരിച്ച സമയത്ത് തൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി താൻ വോട്ട് ചോദിക്കുന്നു, അത് പക്ഷേ കോൺഗ്രസ്സുകാരനായിട്ടല്ല വോട്ട് ചോദിക്കുന്നത്, കോൺഗ്രസ് എന്ന സംഘടനയെ താൻ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടവും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് നടക്കാൻ, അതായത് പാലക്കാട് തന്നെ മണ്ഡലത്തിലൂടെ നടക്കാൻ കാലിന് ശേഷിയുള്ളിടത്തോളം കാലം താൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും, ഇവിടെ ഉണ്ടാകും എന്നുകൂടി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെച്ചത്. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരു തിരിച്ചുവരവിന് തയ്യാറെടുത്ത സമയത്താണ് കൃത്യമായൊരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ചത് എന്നത് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത് രാഹുൽ ബ്രിഗേഡിനെ പോലും മെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്.